മലയാളികളുടെ മലയാളത്തിൻ്റെ കൊച്ചിൻ ഹനീഫ. ഈ മനുഷ്യൻ ചെയ്തു വെച്ച ക്യാരക്ടർ തന്നെ മതി. ഞാനായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല മലയാളികൾക്ക് കൊച്ചിൻ ഹനീഫ എന്തായിരുന്നു എന്നുള്ളത്. ഒരുപടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്ന് ഒരു രോഗത്തിന് വിധേയമായി അദ്ദേഹം കണ്ട് മരണപ്പെട്ടു. അതൊരു ഭയങ്കര ഒരു ഗ്യാപ്പ് തന്നെ കേട്ടോ. അത് നികത്താൻ പറ്റാത്ത രീതിയിലുള്ള ചില നടന്മാർ പോയാലും ഇങ്ങനെയാണ്, റീപ്ലേസ്മെൻ്റ് ഇല്ല. അതുപോലെയാണ് കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു കർമ്മയുണ്ട്. ദാറ്റ് റിഫ്ലെക്ട്സ് ടുഡേ. അതാണ് എനിക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാനുള്ളത്. 16 വർഷത്തിന് ശേഷം ഈ കലാകാരൻ്റെ മക്കൾക്ക്, ഭാര്യയ്ക്ക് സ്വന്തമായൊരു വീട് ഉണ്ടാവുകയാണ്. അതിൻ്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ദിലീപ്, ഞാൻ പല കാര്യങ്ങളിലും ഈ അടുത്തുണ്ടായ പല കോൺട്രവേഴ്സീസിലും കേസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നന്നായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറഞ്ഞ ഒരാൾ. ഓക്കെ, ഇപ്പോഴും ആ വിഷയങ്ങളുടെ വിമർശനം അതുപോലെ തന്നെ നിൽക്കുന്നു. പക്ഷേ ആ വ്യക്തി ലൈഫിൽ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിലൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊച്ചിൻ ഹനീഫയുടെ വീട്ടുകാർക്ക് വേണ്ടി ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു വീട്, കൊച്ചിൻ ഹനീഫയുടെ മക്കൾക്കൊരു വീട്, വൈഫിനൊരു വീട്, ആ ഫാമിലിക്കൊരു വീടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ പാല് കാച്ചിലും പരിപാടികളുടെയൊക്കെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു. ദിലീപിനെ കാണുമ്പോൾ പിന്നെ അറിയാമല്ലോ, കമൻ്റ് ഇടുന്നവരെയും കുറ്റം പറയുന്നില്ല. കാരണം ഒരു കാലത്ത് ജനപ്രിയ നടൻ, അല്ലേ, മലയാളികളുടെ ജനപ്രിയ നടൻ എന്ന് പറഞ്ഞ ദിലീപ് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മോസ്റ്റ് മെജോറിറ്റിക്കും ജനപ്രിയനല്ലാത്ത രീതിയിൽ മാറുന്നു. പിന്നെ കേസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു, കുറ്റവിമുക്തനാവുന്നു, വീണ്ടും തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദിലീപ്. അങ്ങനത്തെ ഒരു ദിലീപിൻ്റെ ഒരു കരിയറിലും പേഴ്സണൽ ലൈഫിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ദിലീപിനെ ഇങ്ങനെ ഇപ്പം ദിലീപിനെ ഏതൊരു ഇവൻറ്റിലോ ഏതൊരു ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടാലും അത്യാവശ്യത്തിൽ കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് അതിനിടയിൽ പ്രതീക്ഷിക്കാം. സോ ആസ് യൂഷ്വൽ അങ്ങനത്തെ കുറേ കമൻറ്റ്സ് ദിലീപ് വന്നു പോയപ്പോഴും ഇതിനിടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപിൻ്റെ വരവും പോക്കും എന്തിന് എന്ന് മനസ്സിലാക്കുന്നവർ ഈ കമൻ്റ് ഇടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ദിലീപിൻ്റെ ഒരു പ്രസൻസ് അവിടെ എങ്ങനെ, അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഞാനിതിൽ പറയുന്നത്. അത് നമുക്ക് 24 ന്യൂസിൽ വന്ന ന്യൂസ് കാണാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മർവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മർവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. ഒരു രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്കാടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. CAക്ക് തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. ഒരു മനുഷ്യൻ നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തു വെച്ച നല്ലതൊക്കെ മരണശേഷവും നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് എങ്ങനെ യൂസ് ആവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കൊച്ചിൻ ഹനീഫയുടെ ലൈഫും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ.
ഇതിനിടയിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. സിനിമാ സംഘടനകളില്ലേ, സിനിമാക്കാരില്ലേ, കോടികൾ ശമ്പളം വാങ്ങുന്ന ഫ്രണ്ട്സ് കൊച്ചിൻ ഹനീഫയ്ക്കുണ്ട്. യെസ്, ഓബിയസ്ലി കൊച്ചിൻ ഹനീഫയുടെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു നിര തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 16 വർഷം എടുത്തോ ഒരാൾക്ക് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ സ്വത്ത് എടുത്തിട്ട് ചെയ്യണമായിരുന്നു, അങ്ങനത്തെയൊക്കെ പല ചോദ്യങ്ങളുടെ മുന്നിലും അഭിമാനിയായി ജീവിച്ച ഒരാൾ, സ്വന്തം പൈസയല്ലാതെ വേറൊരാളെ പൈസയ്ക്ക് ഒരു സാധനവും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിൽ സ്വയം സമ്പാദിച്ച വസ്തുക്കൾ മൊത്തം മക്കളെ പേരിൽ എഴുതി വെച്ചൊരു മനുഷ്യന് അയാൾക്ക് പോയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാനോ ആർക്കും സാധിക്കാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല. പക്ഷേ അഭിമാനിയായ മനുഷ്യൻ്റെ അഭിമാനം അയാൾ ജീവിച്ചിരുന്നപ്പോൾ എന്താണെന്നുള്ളത് അറിയുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ഒപ്പമുള്ളത്. അല്ല, എനിക്കിത് അങ്ങനെ എടുക്കാനാണ് താല്പര്യം. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. വേറെ ഒരാളുടെ ഒറ്റ കാശിന് ജീവിക്കേണ്ട എന്ന് ഉറപ്പിച്ച ഒരു ജീവിതകാലം മൊത്തം ജീവിച്ച കൊച്ചിൻ ഹനീഫ, അയാളുടെ മക്കളെ പേരിൽ സമ്പാദിച്ച ഉള്ളു മക്കളെ പേരിലിട്ടു. 18 വയസ്സ് കഴിയാതെ എന്താണെങ്കിലും അത് എടുക്കാൻ പറ്റാത്ത ലീഗൽ ഇഷ്യൂസ് ചിലപ്പോൾ കാണുമായിരിക്കും. ആൻഡ് വാടക വീട്ടിലാണ് നിന്നത്. വാടക വീട്ടിൽ നിൽക്കുന്നത് പ്രശ്നമായിട്ടും അല്ലെങ്കിൽ വിഷയമായിട്ടും കാണുന്നവരുണ്ട്. വാടക വീട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ ടൈമിലും ആരും സഹായിച്ചില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂ. നമുക്കറിയാത്ത കഥകളാണ് ആരൊക്കെ സഹായിച്ചു ഇല്ല എന്നുള്ളത്. അതിലൊരു ദിലീപിൻ്റെ കാര്യം മാത്രമാണ് പല സ്ഥലങ്ങളിലും പലരും ഇൻ്റർവ്യൂവിൽ ദിലീപിനോട് ചോദിച്ചിട്ടുള്ളതും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ആയിട്ട് നമുക്കറിയും. പക്ഷെ അതറിയാതെയും അതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇന്ന് അവിടെ വന്നു പോയ കുറേ ആൾക്കാരുണ്ട്, വരാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പലരും ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുത്തിരിക്കാം, പലതും പുറത്ത് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, പുറം ലോകം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഓക്കെ, ഈ ഒരു ചോദ്യമുണ്ട്. 16 വർഷം ഈ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഒരു വീടില്ലാതെ വാടക വീട്ടിൽ താമസിപ്പിച്ചതാണോ, അതോ ഇപ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ തന്നെ? അതൊരു അഭിമാനമല്ലേ? നമ്മൾ സമ്പാദിച്ചത്, നമ്മളുപ്പ സമ്പാദിച്ചത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ നമുക്ക് വേണ്ടി കാത്തു വെച്ചത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം സമ്പാദിച്ചതിൽ നിന്ന് നമുക്കൊരു കൂര വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഇവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ദിലീപ് എങ്ങനെ നിന്നു എന്നുള്ളതിനെക്കുറിച്ചും കൂടി ചിന്തിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ദിലീപിനെ ആദ്യം കടന്നാക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ദിലീപിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊച്ചിൻ ഹനീഫയുടെ അളിയൻ പറയുന്നുണ്ട്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാന്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാന്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാവുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. അതായത് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള കൊച്ചിൻ ഹനീഫർ അറിയാം. അപ്പോൾ ദിലീപ് കൊച്ചിൻ ഹനീഫയുടെ മരണശേഷമാണെങ്കിലും കുറച്ച് പൈസ വീട്ടിലെടുത്തു കൊടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോന്നോ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രം കാര്യങ്ങൾ ചെയ്തു പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ കൊച്ചിൻ ഹനീഫ അദ്ദേഹത്തിനാണെങ്കിൽ പോലും അത് ആക്സെപ്റ്റബിൾ ആവില്ല, ജീവിച്ചിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിലോ. ആ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് അതൊരു കംഫർട്ട് ആയിരിക്കില്ല. ഈവൻ ആ ഫാമിലിക്കും അതൊരിക്കലും ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു എന്നാണ് ദിലീപിനെ ഇവർ പറയുന്നത്. ഒരു ഇനോവ എടുത്ത് കൊണ്ടുപോകുന്നു, വീട്ടിൽ കൊച്ചിൻ ഹനീഫയുടെ കാറുണ്ടായിരുന്നു, അത് ഓടിക്കുക, അതൊക്കെ വെറും പേരിനാണ്. അതായത് വീട്ടിൽ നിന്ന് ഇപ്പോൾ വീട്ടുകാരോട് ഇത് പറഞ്ഞാൽ ഇത്രയും അഭിമാനിയായി ജീവിച്ചൊരു മനുഷ്യന് അവരെന്തായാലും പൈസ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. അവർ ഈ ജോലിക്ക് പോയിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിക്കാന്നുള്ള രീതിക്കാവും അവർ പറയാൻ പോകുന്നത്. ഈ കൂട്ടുകാരും കുടുംബക്കാരും വേറെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മൂഡിലായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷേ ഇത് അതിന് പുറമെ ഈ കൊച്ചിൻ ഹനീഫയുടെ ഇനോവ എടുത്തിട്ട് സെറ്റിൽ ഓടിച്ച് അതിൽ നിന്നൊരു വരുമാനം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ശരിക്കും ദിലീപ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? ഇനോവ ഓടി തന്നെ എത്തണമെന്നില്ല, പക്ഷേ ഇനോവ ഓടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീട്ടുകാർക്കൊരു ഫീലിംഗ് വരരുത്, ഇതൊരു ഔദാര്യത്തിന് മുകളിൽ കിട്ടുന്നതാണ്, അങ്ങനെ ഫീലിംഗ് വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ദിലീപ് ചെയ്തൊരു കാര്യം. അതായത് അങ്ങനത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദിലീപിന് അറിയാം ഇത്ര അഭിമാനിയായ ആളുടെ വീട്ടുകാരെ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇനോവ വീട്ടിൽ നിന്ന് എടുത്ത് ഓടിക്കാൻ വിട്ട്, എന്താണെങ്കിൽ നമുക്കറിയാലോ 16 വർഷം ഒരു ഇനോവ ഓടുക എന്ന് പറഞ്ഞാൽ ഇനോവ ആയതുകൊണ്ട് ചിലപ്പോൾ ഓടുമായിരിക്കും 10-15 കൊല്ലം. ബട്ട് 16 വർഷം ഒരു സിനിമാ സെറ്റിൽ നിൽക്കാതെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അതിലും കൂടുതൽ ദിലീപ് ചെയ്തത് അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ഇന്നർ സാധനം അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ട സമയത്ത് പിന്നെ കുറേ അങ്ങോട്ട് ഇതിൻ്റെ ബാക്കിൽ പോയി നോക്കിയപ്പോൾ ശാന്തിവള ദിനേശ് അയാളുടെ ഒരു വീഡിയോനകത്ത് ഈ ഒരു സെയിം ഇനോവ കാർ എടുത്ത് റെൻറ്റിന് ഓടിപ്പിച്ച്, ഈ റെൻറ്റിനല്ലട്ടെ, ഈ സിനിമാ സെറ്റിൽ ഓടിപ്പിച്ച് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് ഒരു കൈത്താങ് എത്തിച്ചു കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഡ്രൈവർ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നോണ്ട് എന്നോട് പറഞ്ഞു, സാറിനറിയാമോ ഈ കാറ് ദിലീപ് സാറിൻ്റെയാണ്.
ഒരു ഇന്നോവ, എനിക്ക് തോന്നുന്നു ഗോൾഡ് കളർ എന്തോ ആണ്. ഈ കാറിൽ നിന്ന് കിട്ടുന്ന, സിനിമയിൽ ഓടി കിട്ടുന്ന ദിവസ വരുമാനം ഒരു പുണ്യപ്രവൃത്തിക്കാണ് സാർ ദിലീപ് സാർ ചിലവാക്കുന്നത്. ഞങ്ങളുടെ അതെന്തേ സാർ, ഈ കാർ ഓടി കിട്ടുന്ന വരുമാനം പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിരുന്ന കൊച്ചിൻ ഹനീഫ സാറിൻ്റെ ഫാമിലിക്കാണ് കൊടുക്കുന്നത് ദിലീപ് സാർ. 85 ദിവസത്തോളം ജയിലിൽ കിടന്ന കാലത്ത് ഈ കാർ ഓടിയിരുന്നില്ല. അത്രയും ദിവസം എന്താ പറയുക, ഹനീഫ സാറിൻ്റെ വീട്ടിൽ കാശെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 3-3.5 ലക്ഷം രൂപ ചിലവാക്കി സാർ നന്നാക്കാൻ. അതൊക്കെ ദിലീപ് സാറാ തന്നെ. അന്നന്ന് കിട്ടുന്ന ഈ കാറിൻ്റെ റെൻറ്റ് ഹനീഫ സാറിൻ്റെ കുടുംബത്തിനാണ് കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ഒരു നിമിഷം ഞാൻ വല്ലാണ്ടായി. എനിക്ക് തോന്നി, കേട്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ അഭിമാനത്തോടു കൂടി ജീവിച്ച് മരിച്ച ഒരാൾക്ക് ആ അഭിമാനം, ആ ലെഗസി എന്താണെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യും. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അതേ അഭിമാനത്തിൽ തന്നെ നിൽക്കുള്ളൂ. അവരുടെ അഭിമാനം റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ദിലീപ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതിലൊന്നും പറയാനില്ല. ആ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, ആ മനുഷ്യൻ ആ വ്യക്തിയോടുള്ളൊരു കൺസേൺ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ചിലരങ്ങനെയാണ്. ഇപ്പോൾ ദിലീപിന് കൊച്ചിൻ ഹനീഫ എങ്ങനെയെന്നുള്ളത് കൊച്ചിൻ ഹനീഫ ദിലീപിനോട് നിൽക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബാക്കിയുള്ളവരോട് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഇല്ലാത്തൊരു സമയത്തായിരിക്കും അത് ബാക്കിയുള്ളവർ ആ സ്നേഹം എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, അല്ലേ? ഞാനിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ വണ്ടി ഓടി കിട്ടിയ പൈസയ്ക്ക് അവർക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉപ്പ, അവരുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയൊരു മുതലിൽ നിന്ന് വരുമാനം കിട്ടി അവർ മുന്നോട്ട് ജീവിച്ചതാണ്. അവർക്ക് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വന്നില്ല. അപ്പോൾ അത് ചെയ്യാൻ ദിലീപ് കാണിച്ചൊരു മനസ്സും, മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ആവുന്ന കാലത്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് ബാക്കിയുള്ളവരോടും നല്ല രീതിയിൽ നിന്ന്, ഇല്ലാത്തൊരു കാലത്ത് എനിക്ക് വേണ്ടി അവർ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തി മരിച്ചൊരു കൊച്ചിൻ ഹനീഫ ഉണ്ടല്ലോ. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ ഹനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹനീഫ് ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇന്നോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു ഹനീഫ് ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ. ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിനൊരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണൽ ആയിട്ട് ഈ ഒരു കുടുംബം, ഹനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. നേരത്തെ ശാന്തിയുള്ള ദിനേശ് പറഞ്ഞപ്പോൾ ദിലീപ് 10-15 ദിവസം ജയിലിൽ കിടന്ന സമയത്ത് ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫാമിലിനെ പറയുന്നു, ദിലീപ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ആ പുണ്യെ പറഞ്ഞേൽപ്പിച്ച് പോയി എന്ന് പറയുന്നു. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് തന്നെ പറഞ്ഞ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അയാളുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊന്നും ഒരു ക്ലീൻ ചീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സംശയത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ മാറ്റുന്ന ഒന്നുമില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത്രത്തോളം തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫാമിലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. അതിന് കൈയടിച്ചേ പറ്റും. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അതായത് നമ്മൾ ചെയ്യണടാ, നമ്മൾ ലൈഫ് എന്ത് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ലൈഫിൽ പഠിച്ചൊരു കാര്യം, ചിലത് അറിയിച്ച് തന്നെ ചെയ്യണം, ചിലത് അറിയിക്കാതെയും ചെയ്യണം. ഓക്കെ, പക്ഷെ അറിയിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതിൻ്റെ കർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. മനസ്സിലായോ? അറിയിച്ച് ചെയ്തതിന് ഭയങ്കരമായിരിക്കും, പക്ഷേ സ്റ്റിൽ അതങ്ങനെയാണ്. അതെന്താ പറയുക, നമുക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങോട്ടത് ഹെൽപ്പ് ആവുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്തതിൻ്റെ തന്നെ അല്ലെങ്കിൽ
നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ എന്ത് ചെയ്തു വെച്ച് പോയി എന്നുള്ളതിൻ്റെ ഒരു അറിവ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടുക. അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ AMMA സംഘടന ഇല്ലേ, ബാക്കിയുള്ളവരില്ലേ, ഹെൽപ്പ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ ലൈഫിലേക്ക് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നു, എന്തൊക്കെ ഹെൽപ്പുകൾ കൊടുത്തു എന്നൊന്നും നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ദിലീപിൻ്റെ കാര്യം പല വേദികളിലായിട്ട് പലരും സംസാരിച്ചത് കൊണ്ട് ദിലീപിൻ്റെ ഇൻ്റർവ്യൂസിൽ തന്നെ കൊച്ചിൻ ഹനീഫയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞും പറയാതെയും പോയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് ദിലീപ് അടക്കമുള്ളവരെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ സമയത്ത് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വാലിഡേഷനും കൂടി അതിനകത്തുണ്ടല്ലോ, ഇല്ലേ? അതുമുണ്ട്. കാരണം സിനിമയിൽ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ ഫിഗർ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഡയറക്ടർ, ആക്ടർ, ഈവൻ മലയാളത്തിൽ നിന്ന് വേറെ ഭാഷകളിലേക്ക് അടക്കം അദ്ദേഹത്തിൻ്റെ ഒരു പോക്കുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഗ്രോ ചെയ്യുമായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടതും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി പിന്നെ അങ്ങോട്ട് മരണപ്പെട്ടതും. സോ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പല നടന്മാർക്കും ഒരു താങ്ങും തണലുമായി നിന്നൊരു മനുഷ്യനായിരുന്നു ഈ വ്യക്തി എന്നുള്ളത്. ആൻഡ് പല ഇൻ്റർവ്യൂസിലും കൊച്ചിൻ ഹനീഫിനെ കുറിച്ച് ദിലീപ് പറഞ്ഞും അത് കംപ്ലീറ്റ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫസിലിട്ട് അന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറയുണ്ടായിരുന്നു. കാരണം പറയുമായിരുന്നു അനിക്കയുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ 1-2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മറന്നുപോയ ആളുകൾ. പക്ഷെ പല കാര്യങ്ങളും പല സമയത്തും ഓർത്ത് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അത് ദിലീപേട്ടൻ മാത്രമായിരുന്നു എന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെനിക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് കേൾക്കാന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് കേൾക്കാന്നുള്ളത്. അനീഫ്ക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അനീഫ്ക്കയും ലോഹിത് സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫ് വേറെ വഴിക്കൊക്കെ ആയിരിക്കും പോകേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി സംസാരിക്കാനൊന്നുമില്ല, അങ്ങനെയൊക്കെ പല നഷ്ടബോധങ്ങളുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ കുടുംബങ്ങളെ നമുക്ക് അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മതത്തരമൊന്നുമല്ല, തിരക്കിനിടയിൽ പല കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. പക്ഷെ പറ്റാവുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ളൂ. ദിലീപേട്ട, പഞ്ചാബി ഹൗസിലെ ഹനീഫിക്കയായിട്ട് മറ്റേ സോണിയ എന്നൊക്കെ പറഞ്ഞ സീനില്ലേ, വന്നോട്ടെ അരെ സോണിയ, അതാണ് ആ സീനിലാണത്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഹനീഫിക്ക നിങ്ങൾ രണ്ടുപേരെ ആക്കിയിട്ട് ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി കേട്ടോ, കരം കിട്ടു പോണത് നമ്മൾ ഇപ്പുറത്തേക്ക് തിരിയുമ്പോ ചിരിച്ചിട്ട് പോവുക. അല്ല, ഹനീഫിക്കയുടെ കാര്യം പറയുമ്പോൾ പറയണ ഹനീഫിക്കയുടെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇൻഡാക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പേര് ദിലീപേട്ടൻ്റെ ആയിരിക്കും. കാര്യം ഹനീഫിക്കയുടെ ഒരു ആബ്സെൻസിൽ ഏറ്റവും കൂടുതൽ ഇത് ദിലീപേട്ട ഒരിക്കലും അങ്ങനെ പുറത്ത് പറയുകയൊന്നുമില്ല, പക്ഷെ ആ ഫാമിലി വന്ന ഹനീഫിക്കയുടെ വൈഫ്, നമ്മുടെ ഏറ്റവും വലിയ ബ്രദറിന്റെ ഫാമിലിയാണത്. ഹനീഫിക്ക നമ്മുടെ കുടുംബത്തിലെ ആളാണ്. ദിലീപോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു വെച്ചൊരു കാര്യം എൻ്റെ ശ്രദ്ധയിലിരിക്കുന്നത്, ദിലീപ് പറഞ്ഞ പോലെ കൊച്ചിൻ ഹനീഫയും ബാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജീവനോടുകൂടി ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് പോയ ആളുകൾ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കണ്ടിരുന്ന ആൾക്കാർ, ഇന്ന് മരണപ്പെട്ട ആൾക്കാരൊക്കെ ഇന്ന് ലൈഫിൽ അവരുണ്ടെങ്കിൽ, അവർക്ക് മരണം സംഭവിക്കാതെ അവരിന്ന് ലൈഫിലുണ്ടായിരുന്നെങ്കിൽ ദിലീപ് ആലോചിച്ചത് ഇങ്ങനെ ആയിരിക്കും, ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായി, ഒന്നില്ലെങ്കിൽ ആ വിഷയത്തിലേക്കൊന്നും പോവില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിഷയം വരുന്ന സമയത്ത് ഞാൻ എന്താ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും എന്നുള്ള രീതിക്ക് നിൽക്കേണ്ട ആൾക്കാരാണ് പോയിട്ടുള്ളത്. സോ അവർ പോയതുകൊണ്ട് അവരുടെ ഫാമിലീനെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അവർ അത്രയും വാല്യുബിൾ ആണെന്നുള്ളത് ആ വാക്കുകളിലുണ്ട്. ആ വാക്കിനകത്ത് അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് ഈ പറഞ്ഞ വെളുപ്പിക്കാൻ വേണ്ടി കോടികൾ മുടക്കി, ഇത് ദിലീപിന് PR ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപ് ചെയ്തതാണ്, അല്ലെങ്കിൽ 16 കൊല്ലം വീട് വെച്ച് കൊടുക്കാൻ ഇത്ര വലിയ സമയം വേണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് 2015 എനിക്ക് ഒന്ന് കൊച്ചിൻ ഹനീഫ മരണപ്പെട്ട ഒരു 4-5 വർഷത്തിന് ശേഷം കൊച്ചിൻ ഹനീഫയുടെ വൈഫും ഫാമിലിയും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരൊരു ബൈറ്റ് എടുത്തപ്പോൾ. അന്നും പറയുന്ന പേര് ദിലീപിൻ്റെ പേരാണ്. 5 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇന്നും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹനീഫിക്ക ആഗ്രഹിച്ചതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്ത്. വേദന ഒരുപാടുണ്ട്, എങ്കിലും ഹനീഫിക്കയുടെ ഓർമ്മകൾ ജീവിതത്തിന് കരുത്തു പകരുന്നു. പിന്നെ ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ബലത്തിൻ്റെ പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹനീഫിക്ക ജോലി ചെയ്ത് സമ്പാദിച്ച ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഗൾഫിലുണ്ട്, അയാളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹനീഫിക്കയുടെ സഹപ്രവർത്തകരും താരസംഘടനയായ അമ്മയും സഹായത്തിനായി എത്തി. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ വർഷം മുതൽ അമ്മ സംഘടന
അവർ ഒരു തുക തന്നിപ്പോൾ സഹായിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ എല്ലാവരും വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദിലീപാണ്. ദിസ് ഈസ് വൺ സ്ട്രോങ് ലേഡി, കൊച്ചിൻ ഹനീഫയുടെ വൈഫ്. AMMയെ സഹായിച്ചു എന്ന് പറയുന്നു. ദിലീപിൻ്റെ സഹായം അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫനെ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഒരു പങ്ക്. ഇതിനുപരി ഇവർ ആ ഫാമിലിയിൽ ആ 2 കുട്ടികളെ നോക്കി വളർത്തി ഇത്രയാക്കി ഇപ്പോൾ വീടിൻ്റെ പണി എല്ലാം ചെയ്ത്, അതായത് കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഡ്രീമിന് വേണ്ടി പിന്നെ അവിടെ നിൽക്കുന്നത് കൊച്ചിൻ ഹനീഫയുടെ വൈഫാണ്. സ്ട്രോങ് ലേഡി മാൻ. ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടല്ലോ ലൈഫിൽ, നമുക്ക് ശരിക്കും കിട്ടുന്നത് തന്നെ ഭയങ്കര ഒരു ഗിഫ്റ്റാണ് നമുക്ക്. അങ്ങനെ നിൽക്കാൻ ആൾക്കാർ വേണം. അതിപ്പോൾ വൈഫായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം നാളെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങൾക്കും വേണ്ടി നമ്മളില്ലാത്തപ്പോൾ നിൽക്കുന്നവരുന്നുണ്ടല്ലോ, അവർ ഭയങ്കര സംഭവമായിരിക്കും. ആൻഡ് ഇതൊരു സെലിബ്രിറ്റി ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വരാം, അങ്ങനെ പല കാര്യങ്ങളിലൂടെയും ഇവർക്ക് പോകുമായിരുന്നു. ബട്ട് ഷീ മേക്ക് ഷുവർ ഇതൊന്നിൻ്റെ ആവശ്യമില്ല, ബട്ട് അല്ലാതെ തന്നെ ഈ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊച്ചിൻ ഹനീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ദെയർ. ബട്ട് സ്റ്റിൽ അവരത്രയും എഫേർട്ട് ഭയങ്കരം തന്നെ. ഇനിയിപ്പോൾ ദിലീപിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഒരു ഇതേപോലെ ഞാൻ വീഡിയോ റെഫറൻസ് എടുത്ത സമയത്ത് മുകേഷ് ഈ കൊച്ചിൻ ഹനീഫയുടെ ലൈഫിൽ അല്ലെങ്കിൽ മരണശേഷം ഈ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹനീഫയെ പറ്റി പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കഥാപാത്രമാണ് സാക്ഷാൽ ശ്രീ മമ്മൂട്ടി. ഇവർ എന്തുകൊണ്ട് സഹോദരന്മാരായിട്ട് ജനിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം സ്നേഹം മമ്മൂക്കയ്ക്ക് ഹനീഫയ്ക്കയുടെ ഉണ്ട്. ഹനീഫയ്ക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന മറ്റൊരാൾ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹനീഫൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞു മമ്മൂക്ക. അത് കരയുന്നത് മുഴുക്കെ അവസാനം വളരെ വഷളാകുന്നത് വരെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നും ഇങ്ങനെയുള്ള സീരിയസ് ആണെന്നൊന്നും ആരോടും പറഞ്ഞില്ല. ആ ഒതുക്കി വെച്ച് അവസാന നാളുകളിൽ രക്ഷപ്പെടാൻ പറ്റില്ല അതും പറഞ്ഞിട്ടായിരുന്നു മമ്മൂക്ക കരഞ്ഞു. അതൊക്കെ വളരെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു സഹപ്രവർത്തകൻ മരിച്ചിട്ട് വാവിട്ട് കരയുന്നു, വഴക്ക് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഇവനൊന്ന് എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചേനെ. കൊച്ചിൻ ഹനീഫ ഫൗണ്ടേഷൻ ഒരു വിശാലമായ ആശയത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഞാനും അദ്ദേഹമായിട്ടുള്ള പരിചയം ഇതിനൊന്നും ഒരു കാരണമല്ല. സിനിമയിൽ ഞാൻ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു അടുത്ത പരിചയക്കാരനായിരുന്നു അദ്ദേഹം. മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുന്ന സമയം വരെ ഞാൻ ആ ബന്ധം തുടർന്നിരുന്നു. അതും ഇവിടെ വരാനൊരു കാരണമല്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫാക്ടറിക്ക് ഞാൻ പറയുന്നു, ഒരു പക്ഷേ ദിലീപിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അവർ വീട്ടുകാർ പറഞ്ഞു, ഒരു പക്ഷേ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടാവും അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും. ഇപ്പോൾ നേരത്തെ AMMA കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് പഠിപ്പിക്കാൻ എന്ന ലേഡി വൈഫ് പറയുന്നുണ്ട്. ഈ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉള്ളത് എന്നുള്ളത് മുകേഷ് പറയുന്നു. ആൻഡ് കൊച്ചിൻ ഹനീഫ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ടൈം വരെ ആക്റ്റീവായിരുന്നു തോന്നുന്നു. ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താ വർഷങ്ങളായിട്ടെന്നുള്ളത് നമുക്കറിയില്ല. മേ ബി ആ ഒരു നടൻ മരിച്ച് ഇത്രയും കാലം കഴിയുമ്പോഴത്തേക്ക് ഇൻകം സോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ബിസിനസ്സുകളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല സോഴ്സുകളിൽ നിന്ന് വരുന്ന പൈസ അവർക്ക് തന്നെ ഫാമിലിക്ക് ഒരു വീട് വെക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കണം കുട്ടികൾ, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, ഒന്ന് കൊച്ചിൻ ഹനീഫയുടെ ലൈഫ്, അതിൽ ആ വ്യക്തി എങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരോട് എന്നുള്ളതാണ്. ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ബാക്കി ആർട്ടിസ്റ്റുകളോടൊക്കെ എങ്ങനെയായിരുന്നു ആ വ്യക്തി എന്നുള്ളത്, ആ വ്യക്തിയുടെ ഒരു ഓറയാണ് ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ദിലീപ് അടക്കം മമ്മൂട്ടി അടക്കം ഇനി പേര് നമുക്കറിയാത്ത പലരും പല ആളുകളും ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരാളെങ്ങനെയാണോ അവർക്ക് എങ്ങനെ അവരില്ലാത്ത സമയത്ത് അവരുടെ ഫാമിലിയോട് നിൽക്കണമെന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് നിൽക്കുന്നു. ഇവരല്ലോ മനുഷ്യന്മാരുടെ ലൈഫിൽ പല വിഷയങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. നല്ലത് കണ്ടാൽ നല്ലതും പറയണം, ചീത്ത കണ്ടാൽ ചീത്തയും പറയണം. ഞാൻ അങ്ങനെയാണ്. ദിലീപിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ എനിക്ക്. അതായത് അദ്ദേഹത്തിൻ്റെ ആ കേസും ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്ത കേസിൻ്റെ കാര്യങ്ങളിൽ വിമർശനത്തിന് അപ്പുറം ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ അവിടെ വെക്കുന്നുണ്ട്. കാരണം കാര്യങ്ങൾ ക്ലിയറായി അല്ലെങ്കിൽ സംശയങ്ങൾ മാറുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സംശയത്തിൻ്റെ എലമെൻസൊക്കെ മാറ്റി അങ്ങനത്തെ ഒരു രീതിക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ വിഷയങ്ങൾ കാണുമ്പോൾ പറയാതെ പോകാനും പറ്റില്ല.
കാരണം ഇത് ഇന്നത്തെ ദിവസം ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ആ ലേഡി കൊച്ചിൻ ഹനീഫയുടെ മക്കളും ഭാര്യയും എല്ലാവരും അവർ ഇപ്പോൾ പല നടന്മാരുടെയും ഫാമിലി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മരണശേഷം ഇല്ലാതായിപ്പോവും ഭയങ്കരമായിട്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതും അങ്ങനത്തെ പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒന്നാമത് കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടായിരിക്കാം, ഞാൻ നാളുകളിൽ ഇല്ലെങ്കിലും എൻ്റെ ഫാമിലി ഇങ്ങനെ ആവരുത് എന്നുള്ളത്. അതുകൊണ്ട് ഒരു കുട്ടി വെച്ചതായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനും പിന്നെ ഈ വീട്ടുകാർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്താണോ ഉപ്പാടെ ഡ്രീം, എന്താണോ ഹസ്ബൻഡിൻ്റെ ഡ്രീം, അതിനു വേണ്ടി അവർ മുന്നോട്ട് പോവുക എന്നുള്ളവരുടെ ഒരു സ്നേഹം എല്ലാം കൂടി ആയപ്പോൾ ഇന്നൊരു വീടായി, ഒരു എന്താ പറയുക നല്ലൊരു മാതൃകയായി എല്ലാവരുടെ മുന്നിലും. കുറേ നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക മൈനസ് ട്രാക്ഷൻ വരുന്ന കുറേ കണ്ടൻറ്റുകൾക്കിടയിൽ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി തന്നെ ഒരു ഭയങ്കര നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജി കിട്ടുന്ന പോലത്തെ ഒരു കോണ്ടൻ്റായി.